എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നതെന്തും ഇടുക്കി നെടുങ്കണ്ടം സ്വദേശി മോഹനന്റെ കരസ്പർശമേറ്റാൽ മനോഹരങ്ങളായ കരകൗശല വസ്തുക്കളായി മാറും. മോഹനന്റെ കരവിരുതിലെ ചില വിസ്മയ കാഴ്ചകൾ ഒന്ന് കാണാം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ മോഹനൻ എന്ന കലാകാരന്റെ പക്ഷം. ഉണക്കത്തേങ്ങയും ചുള്ളിക്കമ്പുകളും മരവേരുകളുമെല്ലാം മനോഹര ശില്പങ്ങളും കരകൗശല വസ്തുക്കളുമായി മാറുമ്പോൾ ആവശ്യക്കാരായി എത്തുന്നത് വിദേശികളടക്കമുള്ള തേക്കടിയിലും വാഗമണ്ണിലുമൊക്കെ കച്ചവട സ്ഥാപനങ്ങളിൽ സഞ്ചാരികളെ പ്രതീക്ഷിച്ചൊരുങ്ങിയിരിക്കുന്ന കുരങ്ങന്മാരും ഹട്ടുമൊക്കെ ഇദ്ദേഹത്തിന്റെ നിർമ്മിതിയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്ന് ടൂറിസം മേഖല കരകയറിയതോടെ ഈ മേഖലയെ ആശ്രയിച്ച് ഉപജീവനം നടത്തിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ പ്രതീക്ഷയിലാണെന്ന് മോഹനൻ പറയുന്നു. വേസ്റ്റ് സാധനത്തിൽ ആണ് കൂടുതലും ചെയ്യുന്നത്. വേസ്റ്റ് സാധനം എന്ന് പറയുമ്പോഴത്തേക്കിന് അത് മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാതെ നല്ല സാധനം. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്കിന് ഇപ്പം അത് ആരും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വിദേശികളാണ് കൂടുതലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുന്ന വിദേശികളാണ്. അവർക്ക് ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും അതൊക്കെ കൂടുതലും അവർ ഇഷ്ടപ്പെടുന്നു. ജീവിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പം കൊറോണ വന്ന കാരണം ടൂറിസ്റ്റുകളും വരുന്നില്ല, വിദേശികളാരും വരുന്നില്ല. അങ്ങനെ ടൂറിസം മേഖല മൊത്തം തകർന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ ഓരോ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരെ എല്ലാം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിനൊപ്പം താല്പര്യമുള്ളവരെ ഇത് പഠിപ്പിക്കുവാനും ഇദ്ദേഹം സമയം കണ്ടെത്തുന്നു. ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലയിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിന് വലിയ തൊഴിൽ സാധ്യതയാണുള്ളതെന്ന് മോഹനൻ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 നെടുങ്കണ്ടം.